കുറെ നേരമായിട്ടും ഹോലിയും ബെയും പുറത്തിറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ജീനാനും അവർ എന്തായിരിക്കും അതിന്റെ അകത്ത് സംസാരിക്കുക എന്നൊക്കെ ആലോചിച്ച് നോക്കുന്നു. ഈ ഒരു സമയത്ത് അവളുടെ കൂടെ നീ നിൽക്കുവാനായിട്ടൊന്നും പാടില്ല, അവൾ ആളത്ര ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബെയ് ഹോലിയുടെ അടുത്ത് സംസാരിക്കുന്നതായിട്ട് ഓർത്തിട്ടുണ്ടായിരുന്ന അവളും ബെയ്ക്കിട്ട് രണ്ടെണ്ണം കൊടുക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ടിരിക്കുന്നു. അതിനുശേഷം ഹോലി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും അവളെ വലിയ കാര്യമാക്കാതെയൊക്കെയാണ് പോകുന്നത്. ബെയ്യുടെ അടുത്ത് എന്താണ് സംഭവം എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കുമാണ് ബെയ്യും അവൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നുവെന്നും നീ അവനെ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ അറിഞ്ഞിട്ടാണ് അവനും ദേഷ്യപ്പെട്ട് പോകുന്നതെന്നും ബെയ്യും പറയുകയാണ്. ഹോലി പോകുവാൻ നേരത്ത് ബെയ്യും ശരിക്കുമുള്ള ഈ ബൈക്കിന്റെ ഓണറുടെ കയ്യിൽ തന്നെ ഞാൻ ബൈക്ക് തിരികെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അവന് അവന്റെ ബൈക്ക് ഒന്ന് തിരികെ കൊടുക്കുന്നു. ഹുലിയും ജീനാനും തിരികെ എത്തി കഴിയുമ്പോഴത്തേക്കും ഹുലി തന്നോട് സംസാരിക്കാത്തത് കൊണ്ട് തന്നെ അവളും കുറച്ചധികം കാര്യങ്ങൾ അവനോട് പറയുകയാണ്. അതായത് അവൻ സൂയിസൈഡ് ചെയ്തു എന്ന രീതിക്കായിരുന്നു ന്യൂസിലെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ അവന് ഡിപ്രഷൻ ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിനക്ക് ബോധമൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ നീ അറിയുകയാണെങ്കിൽ ഒരുപാട് വിഷമിക്കുന്നതായിരിക്കുമല്ലോ. കൂടാതെ നിനക്ക് ഓർമ്മകളൊന്നും തന്നെ ഇല്ലായിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് ഞാനും ഈ സത്യങ്ങളെല്ലാം തന്നെ നിന്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നിന്റെ എന്റർടൈൻമെന്റ് കമ്പനി ആണെങ്കിൽ പോലും നിന്റെ അടുത്ത് അത്രയ്ക്ക് സിൻസിയർ ആയിട്ടാണ് നിന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നെക്കുറിച്ച് കുറച്ചു നാളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് അവരും അന്വേഷണമൊക്കെ നിർത്തി. കൂടാതെ ബെയിനെ വലിയ സ്റ്റാർ ആക്കുവാനായിട്ടായിരുന്നു അവരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ നിന്റെ ഒരു കാര്യങ്ങളും അവർ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇതൊന്നും കൂടാതെ ഞാനായിരുന്നു നിന്നെക്കുറിച്ചുള്ള ന്യൂസൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കാരണം കൊണ്ട് തന്നെ നിനക്ക് ഇങ്ങനെയൊക്കെ വന്നതിൽ എനിക്കും പങ്കുണ്ട് എന്നൊക്കെ തോന്നിയിട്ടായിരുന്നു ഞാനും ആ ഒരു കുറ്റബോധത്തിലൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നെന്ന് അവളും പറയുന്നു. ഇപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ തിരികെ പോയിക്കോട്ടെ എന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കും അവൻ അവിടെ തന്നെ നിൽക്കണമെന്നായിരുന്നു അവളുടെയും ആഗ്രഹം. എങ്കിൽ പോലും അവൾ അത് പറയാതെ ഇരിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ പിന്നെ എനിക്ക് നിന്നെ കാണുവാനായിട്ട് പോലും സാധിച്ചെന്ന് വരികയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ നിൽക്കുവാനായിട്ടാണ് എനിക്ക് താല്പര്യമെന്ന് അവനും പറയുകയാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിനക്കെന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചതിന് ശേഷം അവനും അവളെ കിസ് ചെയ്യുന്നു. ഇത്രയും നാളും ഹൂലി സത്യങ്ങളൊന്നും അറിയാതിരിക്കുവാനായിട്ടായിരുന്നല്ലോ ടിവി പോലും റീചാർജ് ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവനും അതൊക്കെ റീചാർജ് ചെയ്തിട്ട് അവനെക്കുറിച്ചുള്ള ന്യൂസും കേട്ടു നോക്കുന്നു. ജീനാനും പതിവ് പോലെ വർക്കിന് പോകുവാനായിട്ട് നിൽക്കുകയായിരുന്നു. ഹൂലി ആകട്ടെ തന്റെ ഇഷ്ടമൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജീനാന്റെ അടുത്തായിട്ടും ആ ഒരു രീതിക്ക് അവൻ അപ്രോച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അവളാകട്ടെ താൻ വലിയൊരു തെറ്റുകാരിയാണെന്നുള്ള രീതിക്ക് മാത്രമായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഹോലിക്ക് ഏത് രീതിയിലായിരുന്നോ ചീനാൻ തന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേ രീതിക്ക് തന്നെ ചീനാൻ വീണ്ടും തന്നെ കാണുവാനായിട്ടാണ് അവൻ ആഗ്രഹിക്കുന്നതും. കൂടാതെ ഇപ്പോൾ രണ്ടുപേരും സത്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി ഒരു രീതിക്കുള്ള കളങ്ങളുമില്ലാതെ നമുക്ക് ഇതേ രീതിക്ക് തന്നെ മുന്നോട്ട് പോകാമെന്ന രീതിക്ക് ഹൂലി പറയിക്കും. ഒരു ഫ്രഷ് സ്റ്റാർട്ടൊക്കെ കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഹോലിനെ ഒഴിവാക്കിയിട്ട് അവളും നേരെ കഫേയിലേക്ക് എത്തുന്നു. അവിടെ എത്തിയതിനു ശേഷം ഹോലി സത്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയെന്ന് ഫ്രണ്ടിനോട് പറയുന്നു. പക്ഷെ അവൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം എന്റെ കൂടെ നിൽക്കുവാനായിട്ടാണ് ആഗ്രഹമെന്ന് പറഞ്ഞു. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്കും എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയുകയില്ല എന്ന രീതിക്ക് അവളും സംസാരിക്കുന്നു. ഇതൊന്നും കൂടാതെ ശരിക്കും യാങ്ങിന്റെ കയ്യിൽ നിന്നും പണമൊക്കെ മേടിച്ചിട്ടായിരുന്നല്ലോ അവൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു കാര്യം കൂടി അവനോട് തുറന്നു പറഞ്ഞാലോ എന്ന് സംശയിച്ചു നിൽക്കുകയാണ് അവളും. പക്ഷെ ഫ്രണ്ടും അവളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് എന്ന് അറിയിക്കുന്നു. അതായത് ഒന്നാമതായിട്ട് യാങ്ങിന്റെ കയ്യിൽ നിന്നും പണം മേടിച്ചത് കൊണ്ട് മാത്രമാണ് അവന്റെ കൂടെ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറയുക. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അവൻ എന്നേക്കുമായിട്ട് അവളുടെ ലൈഫിൽ നിന്ന് പോകുവാനായിട്ട് പോലും കാരണമാകും. അതേസമയം ആ ഒരു കാര്യമൊക്കെ മറച്ചു വെക്കുകയാണെങ്കിൽ അവൻ എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. കൂടാതെ അവർക്ക് ഒന്നിച്ച് എൻജോയ് ചെയ്ത് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് ഫ്രണ്ടും പോകുന്നു. ഈ ഒരു സമയത്ത് അവൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് താൻ ഈ ഒരു ലൈഫൊക്കെ എൻജോയ് ചെയ്യണോ അതോ അവനൊരു AI ആയതുകൊണ്ട് AIനെ പ്രണയിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് മനസ്സിലാക്കണോ എന്നറിയാതെ ടെൻഷനൊക്കെ അടിച്ചു നിൽക്കുന്നു. ഇതേ സമയത്ത് മാസ്ക് ഒക്കെ വെച്ച് ഹോലിയും കഫേയിലേക്ക് എത്തുന്നു. പഴയതുപോലെ ആക്ട് ചെയ്ത് നിൽക്കുവാനായിട്ട് തനിക്ക് സാധിക്കുന്നില്ല എന്നൊക്കെ ജീനാൻ പറയുന്നുണ്ടെങ്കിൽ പോലും ഹോലിയും എങ്ങനെ തന്റെ അടുത്ത് പെരുമാറിയാലും കുഴപ്പമില്ല. എന്ത് തന്നെ ആയാലും എന്നെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ആളായിട്ടൊന്നും നീ കാണണ്ട, മറിച്ച് നിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് മാത്രം കണ്ടാൽ മതിയെന്ന് അവനും പറയുന്നു. എന്നാൽ അവനോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്ന് വിചാരിച്ച് പണത്തിന്റെ കാര്യം പറയുവാനായിട്ട് അവൾ തുടങ്ങുമ്പോഴത്തേക്കും അവൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കമ്പനിയിലെ എഡിറ്റർ അവളെ കോൾ ചെയ്യുകയാണ്. അവളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അവളെ തിരിച്ച് ജോലിയിലേക്ക് എടുത്തു എന്ന് പറയുവാനായിട്ടായിരുന്നു ആ ഒരു കോൾ. അവളും ഒരുപാട് ഹാപ്പി ആകുന്നു.
ഈ ഒരു സമയത്താണ് ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത്. അതായത് ശരിക്കും ഹോലി ബെയിനെ കോൾ ചെയ്തിട്ട് ജീനാനെ തിരിച്ച് ജോലിക്ക് എടുക്കുവാനായിട്ടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നിലവിൽ ജീനാനെ പഴയതുപോലെ ജോലിക്ക് എടുത്തില്ല എങ്കിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യം എല്ലാവരും തന്നെ അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ബെയ്ക്കായിരിക്കും അത് കാരണം കൂടുതൽ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുവാനായിട്ട് പോവുക. സോ ഞാൻ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം പുറം ലോകത്തെ അറിയിക്കണോ? അതോ ജീനാനെ തിരിച്ച് ജോലിക്ക് എടുക്കുന്നോ എന്ന രീതിക്ക് അവൻ ചോദിക്കുമ്പോഴത്തേക്കും ബെയ് എങ്ങനെയെങ്കിലും ജീനാനെ തിരിച്ച് ജോലിക്കെടുക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഉറപ്പു നൽകുന്നു. ജീനാൻ ഹാപ്പിയായിട്ടിരിക്കുവാനായിട്ട് മാത്രമാണ് താനും ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് അവനും പറയുന്നുണ്ട്. ജീനാൻ തിരിച്ച് കമ്പനിയിലെത്തി കഴിയുമ്പോഴത്തേക്കും കമ്പനിയുടെ ഓണറും അവളുടെ അടുത്തായിട്ട് സംസാരിക്കുന്നു. അതായത് നിലവില് ഹോലി മരിച്ചു എന്നൊക്കെ ഓർത്തിട്ട് ആകെ ടെൻഷനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് അവളെ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടതെന്നും എങ്കിൽ പോലും ഇതിനെക്കുറിച്ച് ഞാൻ ഓർക്കാത്ത ഒരു ദിവസം പോലുമില്ല. നിലവിൽ ഹോലി മരിച്ചല്ലോ, അതുകൊണ്ട് തന്നെ മരിച്ച ആളെക്കാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നിന്നെ തിരിച്ചു വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ബെയ് എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ നമുക്കൊരു ഇന്റർവ്യൂ തരാമെന്ന് പറഞ്ഞു. പക്ഷേ അവനെ ഇന്റർവ്യൂ എടുക്കുന്നത് നീ ആയിരിക്കണമെന്നൊരു കാര്യം മാത്രമാണ് അവൻ പറഞ്ഞത്. നിനക്ക് ബെയ്യിനെയൊക്കെ അറിയാമായിരുന്ന കാര്യം എന്തുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്തുനിന്ന് മറച്ചു വെച്ചത്? അതൊക്കെ അറിയുകയായിരുന്നെങ്കിൽ നമുക്ക് അവന്റെ ഇന്റർവ്യൂ ഒക്കെ പണ്ടേ എടുക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓണറും ഇരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ബെയ് ഇതുപോലെ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക എന്നൊക്കെ അവളും ഓർക്കുന്നു. ജീനാൻ കമ്പനിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴത്തേക്കും അവിടെ അവൾക്ക് വേണ്ടിയിട്ട് യുവൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു. യുവനാകട്ടെ അവളോട് നേരിട്ട് കണ്ട് കുറച്ചു നേരം സംസാരിക്കണമെന്നൊക്കെ തനിക്ക് ആഗ്രഹമുണ്ടെന്നും ഈവനിങ് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്നും ഒക്കെ പറയുന്നു. അതേസമയം അവൾക്ക് അവനെയോ അല്ലെങ്കിൽ അവന്റെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള സോങ്ങിനെയോ കാണുവാനായിട്ട് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവൾ നേരിട്ട് അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും നേരത്തെ ഹുലിയുടെ ഫാൻസിന്റെ അടുത്ത് നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുവാനായിട്ട് സോങ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാനായിരുന്നു അവളെ തടഞ്ഞത്. സോ ഇപ്പോൾ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ യുവനും പറയുന്നു. എങ്കിൽ പോലും അവനെ ഒട്ടും തന്നെ ഇഷ്ടമില്ലാതിരുന്ന അവളും അവിടെ നിന്നും പോയിട്ട് തിരിച്ച് കഫേയിൽ എത്തുമ്പോഴത്തേക്കും കഫേ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതേസമയം അവിടെ ബെയ്യും എത്തുന്നു. നിലവിൽ ഹോലി വർക്ക് ചെയ്യുന്ന കഫേയൊക്കെ അല്ലേ ഇത്? പിന്നെയും എന്തുകൊണ്ടാണ് ഈ കഫേയൊക്കെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നതെന്നൊക്കെ സംശയിച്ച് ബെയ്യും നിൽക്കുകയാണ്. നീ എന്തുകൊണ്ടാണ് ഇന്റർവ്യൂ ഒക്കെ നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ബെയ്യുടെ അടുത്തായിട്ട് അവൾ ചോദിക്കുമ്പോഴത്തേക്കും നിലവിൽ സത്യങ്ങളെല്ലാം തന്നെ ഹൂലി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഹൂലിയും നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നതായിരിക്കും. കൂടാതെ ഹോലിക്ക് അഭിനയിക്കുവാനായിട്ട് വലിയ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ കൂടെ നിന്നാൽ മതിയെന്നാണല്ലോ അവനും പറഞ്ഞത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ എനിക്ക് നിലവിൽ തിളങ്ങി നിൽക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു അവസരമാണിത്. സോ നിനക്കൊരു ഇന്റർവ്യൂ നൽകുന്നത് വഴി എനിക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടവും വരുവാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ അവനും പറയുന്നു. കൂടാതെ ഇനിയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് ബെയ് പ്രോമിസ് ചെയ്യുമ്പോഴത്തേക്കും നിലവിൽ എന്റെ എക്സ് ആയിട്ടുണ്ടായിരുന്ന യുവനും അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള സോങ്ങും എന്നെ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ട്. ഹൂലിക്കെതിരായിട്ട് റിപ്പോർട്ട് ചെയ്ത ആ ഒരു റിപ്പോർട്ടർ ഞാനാണെന്നുള്ള കാര്യം അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരെന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഹൂലിയുടെ ഫാൻസിന്റെ ഇടയ്ക്ക് എക്സ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. സോ അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാമോ എന്ന് ബെയ്യുടെ അടുത്തായിട്ട് അവൾ ചോദിക്കുമ്പോഴത്തേക്കും ബെയ്യും വേണ്ടതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തോളാം എന്ന് അറിയിക്കുന്നു.